മധു, കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ വിശേഷിപ്പിച്ചത് ഹാബിച്വൽ അസാൾട്ടർ എന്നായിരുന്നു. അതുപോലെ തന്നെ BJP നേതൃത്വം ഒന്നടങ്കം അദ്ദേഹത്തെ മിസ്റ്റർ ചീറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. നമ്മൾ നിതീഷ് കുമാറിൻ്റെ ഒരു രാഷ്ട്രീയ കരിയർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ മതേതര ജനാധിപത്യ സഖ്യത്തെക്കാൾ കൂടുതൽ അദ്ദേഹം BJPയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. 96-ൽ അദ്ദേഹം സമതാ പാർട്ടി രൂപീകരിച്ചിട്ട് 2013 വരെ അദ്ദേഹം BJPയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം 98, 2099, 2004 കാലത്തെ വാജ്പേയി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു കേന്ദ്ര ക്യാബിനറ്റിൽ. അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ BJPയുമായി കലഹിച്ച് മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കി RJD കോൺഗ്രസ് സഖ്യത്തോടൊപ്പം ചേർന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും BJPയുടെ കൂടെ തിരിച്ചുപോയി. 2022 വീണ്ടും RJD കോൺഗ്രസ് സഖ്യത്തോടൊപ്പം വന്നു. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കതിനകത്തൊരു സ്ഥിരീകരണമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ മാറിയും മറിഞ്ഞും രാഷ്ട്രീയ പന്ഥാവ് തീർത്ത അദ്ദേഹത്തെ BJPക്കാർ എത്തരത്തിൽ വിശ്വസ്തയോടുകൂടി സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ തൊട്ടുമുൻപുള്ള ചരിത്രത്തിൽ നിങ്ങൾ എത്രത്തോളം വിശ്വസ്തയോടെയാണ് ഈ പറയുന്ന പ്രതിപക്ഷ ചേരിയുടെ ഒരു നായക സ്ഥാനം എന്ന രീതിയിൽ നിതീഷിനെ സ്വീകരിച്ചതെന്നൊരു ചോദ്യമല്ലേ? അങ്ങ് ഇപ്പോൾ പറയുന്നു നിതീഷ് കുമാറിന്റെ ചരിത്രം പരിശോധിക്കണമെന്ന്. അത്തരം ചരിത്രം പരിശോധിക്കണമെന്ന് തോന്നൽ ഇന്ന് ഈ വൈകിയ വേളയിൽ മാത്രമാണോ പ്രതിപക്ഷ ചേരിക്കുണ്ടാകുന്നത്? ഒരുപക്ഷെ നിങ്ങളുടെ ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു നായകസ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നുള്ള പല നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം പ്രതിപക്ഷ നേതൃനിരയുടെ പ്രധാന സ്ഥാനം നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു എന്നും മമതാ ബാനർജി അടക്കമുള്ള ആളുകളുടെ ഇടപെടലിനെ തുടർന്ന് അത് സംഭവിച്ചില്ല എന്നും കേജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിനെ തുടർന്ന് അങ്ങനെ സംഭവിച്ചില്ല എന്നൊക്കെയുള്ള പല നെറേറ്റീവുകളും പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ കൺവീനർ സ്ഥാനമൊക്കെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. നിതീഷ് കുമാറിനെ നിങ്ങൾ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. പക്ഷേ അദ്ദേഹമാകട്ടെ ഇനി ചെറിയൊരു പാർട്ടിയെങ്കിലും ആകട്ടെ പുറത്തേക്ക് പോകുക എന്നുള്ളത് വ്യസനകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇന്ത്യ മുന്നണി ഒന്നടങ്കം ആടി ഉലയുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇവിടെ പലരും പറയുന്നു ബംഗാളിൽ മമത ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ് എന്ന്. അങ്ങനെ ഒരു അന്തിമ തീരുമാനമൊന്നും അവിടെ വന്നിട്ടില്ല. സമയം ഇനിയുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് നിൽക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മിയും കോൺഗ്രസും വേറിട്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കേരളം പോലൊരു സംസ്ഥാനമാണ്. CPM-ഉം കോൺഗ്രസും വേറിട്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നതിന് സമാനമാണ് പഞ്ചാബിലെ സ്ഥിതി. നിങ്ങൾ ഡൽഹിയിലേക്ക് നോക്കൂ. അവിടെ ആം ആദ്മിയും കോൺഗ്രസും വേറിട്ട് മത്സരിക്കുന്നുവെങ്കിൽ അത് മുന്നണിക്കുള്ള സാരമായ തിരിച്ചടിയാണ് എന്ന് ഞാൻ സമ്മതിക്കാം. അപ്പോ ഇതൊക്കെ മുന്നണിക്കകത്തുള്ള സ്വാഭാവിക പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്.